Hello my dear students, welcome to Xylem Learning. Faisal sir ആണ്. യെസ്, നമ്മൾ കണ്ടതുപോലെ തന്നെ നമ്മുടെ മോഡൽ എക്സാമിനേഷന്റെ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. ടൈം ടേബിൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചെറിയ ഒരു മാറ്റങ്ങൾ, നിങ്ങൾ പ്രതീക്ഷിച്ചതിൽ നിന്നും ചെറിയ ഒരു മാറ്റങ്ങളോട് കൂടെയാണ് ഈ ഒരു ടൈം ടേബിൾ വന്നിട്ടുള്ളത്. നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരുന്നത് 17-ാം തീയതി മോഡൽ എക്സാമിനേഷൻ തുടങ്ങുമെന്നുള്ളതായിരുന്നു. എന്നാൽ ഇവിടെ ഇതാ ഒരു മാറ്റമുണ്ട്. 19-ാം തീയതിയാണ് മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. 2 ദിവസം നിങ്ങൾക്ക് അധികം ലഭിക്കുന്നുണ്ട്. ആ 2 ദിവസം മാക്സിമം പെർഫെക്റ്റ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ല സമയമാക്കിയിട്ട് നമുക്കതിനെ ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യമാണ്. അതുകൊണ്ട് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു ടൈം ടേബിളിന്റെ തുടക്കം എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ ടൈം ടേബിളിന്റെ ഡീറ്റെയിലുകളിലേക്ക് പോകുന്ന സമയത്ത് 19-ാം തീയതി നിങ്ങൾക്ക് ഫസ്റ്റ് ലാംഗ്വേജും സെക്കൻഡ് ലാംഗ്വേജുമാണ് എക്സാമിനേഷൻ നടക്കുന്നത്. രാവിലെ ഫസ്റ്റ് ലാംഗ്വേജും ഉച്ചയ്ക്ക് ശേഷം സെക്കൻഡ് ലാംഗ്വേജും എന്ന് വെച്ചാൽ ഒരു ദിവസം 2 പരീക്ഷകളാണ് നടക്കുന്നത്. നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അതേസമയം തൊട്ടടുത്ത ദിവസം തന്നെ 20-ാം തീയതിയിലേക്ക് നോക്കുന്ന സമയത്ത് അവിടെയും 2 പരീക്ഷകളുണ്ട്. ഇംഗ്ലീഷും ഹിന്ദിയുമാണ്. 2 ലാംഗ്വേജ് സബ്ജക്റ്റുകളാണ്. ഒരു പക്ഷെ ടഫ് ആവാനെല്ലാം എന്ത് ചെയ്യണം, മക്കളെ 2 ലാംഗ്വേജുകൾ ഒരുമിച്ച് പഠിക്കുന്നതിന്റെ ബുദ്ധിമുട്ടുകൾ മേ ബി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പരീക്ഷയുടെ തലേ ദിവസത്തേക്ക് ബാക്കി വെക്കരുത്. ഇന്ന് തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ടതാണ്. എന്നാൽ 21-ാം തീയതി ഓർഡറിൽ തന്നെ പരീക്ഷ ഡേറ്റുകൾ പോകുന്നത്. 21-ാം തീയതിയിലേക്ക് നോക്കുന്ന സമയത്ത് ഫിസിക്സും കെമിസ്ട്രിയും ഒരുമിച്ചാണ് പരീക്ഷ. രാവിലെ ഫിസിക്സ്, ഉച്ചയ്ക്ക് ശേഷം കെമിസ്ട്രി. രണ്ടും 40 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. എന്നിരുന്നാലും നമുക്കറിയാം ഫിസിക്സും കെമിസ്ട്രിയും നമുക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുള്ള ഭാഗമാണ് എന്നുള്ളത്. നന്നായിട്ട് പഠിക്കേണ്ടതാണ്. ഇതിലെല്ലാം അപ്പുറമായിട്ട് അടുത്ത ദിവസം 22-ാം തീയതി സോഷ്യൽ സയൻസും ബയോളജിയുമാണ് പരീക്ഷ നടക്കുന്നത്. 80 മാർക്കിന്റെ സോഷ്യൽ സയൻസും അതുപോലെ തന്നെ 40 മാർക്കിന്റെ ബയോളജിയും ഒരേ ദിവസം. രാവിലെ സോഷ്യൽ സയൻസ്, ഉച്ചയ്ക്ക് ശേഷം ബയോളജി. കൂടാതെ 23-ാം തീയതി മാത്തമാറ്റിക്സ് മാത്രമാണ്. അപ്പൊ മക്കളെ ഏറ്റവും കൂടുതലായിട്ട് മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, ഇവിടെ ഈ പരീക്ഷ നമ്മുടെ ടൈം ടേബിൾ ശ്രദ്ധിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് മക്കൾ നോക്കേണ്ടത് 2 പരീക്ഷകൾ വരുന്ന ഒരുപാട് ദിവസങ്ങളുണ്ട്. ഈ 2 പരീക്ഷകൾ വരുന്ന ദിവസത്തേക്കുള്ള ചാപ്റ്റേഴ്സുകൾ നിങ്ങൾ മുൻപേ തന്നെ പഠിച്ചു വെച്ചേക്കണം. തലേ ദിവസത്തേക്ക് ബാക്കി വെക്കരുത്. ഒരു കാരണവശാലും നിങ്ങളെ കൊണ്ട് തലേ ദിവസം അത് പഠിച്ചു തീർക്കാൻ സാധിക്കില്ല. മോഡൽ എക്സാമിനേഷൻ ആണ്. മോഡൽ എക്സാമിനേഷൻ കഴിഞ്ഞാൽ ഇനി നിങ്ങൾ എഴുതാൻ പോകുന്നത് മെയിൻ എക്സാമിനേഷൻ, SSLC എക്സാമിനേഷൻ ആണ്. അതിന് തൊട്ട് മുമ്പുള്ള പരീക്ഷ ആയതുകൊണ്ട് തന്നെ മക്കളെല്ലാവരും കൃത്യമായിട്ട് പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചിട്ട് വേണം പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ആരും തന്നെ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. നിങ്ങൾക്ക് മോഡൽ എക്സാമിനേഷൻ ആയിക്കോട്ടെ, പ്രീ മോഡൽ എക്സാമിനേഷൻ ആയിക്കോട്ടെ, SSLC എക്സാമിനേഷൻ ആയിക്കോട്ടെ, സൈലം നിങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങൾ എല്ലാ അധ്യാപകരും നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ ആരും തന്നെ പേടിക്കേണ്ടതില്ല. നിങ്ങൾക്ക് വേണ്ട മാക്സിമം കോണ്ടന്റുകൾ നമ്മൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് തരുന്നതാണ്. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡീറ്റെയിലുകളും അതിന്റെ PYQകളും എല്ലാം നമ്മൾ എന്ത് ചെയ്യും, ഓരോ ദിവസങ്ങളായിട്ട് നമ്മുടെ റിവിഷൻ പ്ലാന്റെ ഭാഗമായിട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് തരുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് പല ആളുകളും എന്ത് ചെയ്തിട്ടില്ല, മോഡൽ എക്സാമിനേഷന്റെ ടൈം ടേബിൾ വന്നത് അറിഞ്ഞിട്ടുണ്ടാവില്ല. അവർക്ക് എല്ലാവർക്കും നിങ്ങൾ ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. കാരണം പല ആളുകളും എക്സാമിനേഷൻ ഡേറ്റ് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യം ഏത് പഠിക്കണമെന്ന് എന്നിട്ട് തീരുമാനിക്കാമെന്ന് പറഞ്ഞ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും. അവരൊന്നും ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടാവില്ല. അവർക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. സമയം ഒട്ടും വൈകിപ്പിക്കരുത്. നിങ്ങളുടെ മുമ്പിലുള്ള സമയം എന്ന് പറഞ്ഞ ഇനി വിലപ്പെട്ട സമയമാണ്. ഒരു കാരണവശാലും വൈകിപ്പിക്കാതെ ഇപ്പൊ ഈ ഒരു സെക്കൻഡ് മുതൽ, ഈ ഒരു വീഡിയോ കണ്ട സെക്കൻഡ് മുതൽ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. ഓൾ ദ ബെസ്റ്റ്.